തഖ്വയുള്ളവരായി കൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും തുടർന്ന് ഖുതുബ ശ്രവിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകുറ്റങ്ങളും പാപപ്പിഴവുകളും അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട്, അവൻ്റെ മഹത്തായ ഫضല് കൊണ്ട് അവൻ വിട്ടുപുറത്ത് നമുക്ക് എവർക്കും മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയതിനേക്കാൾ എത്രയോ നല്ല രീതിയിൽ അവൻ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടി നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയുടെ സത്യവിശ്വാസം പൂർണ്ണമാകുവാൻ ആവശ്യമായിട്ടുള്ള ഏതാനും ഘടകങ്ങൾ, 6ഓളം വരുന്ന ഘടകങ്ങൾ, അതായത് ഈമാനിൻ്റെ 6 സ്തംഭങ്ങൾ. അതിൽ 3ഓളം സ്തംഭങ്ങളായിട്ടുള്ള റസൂലിൻ്റെ ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി എന്നുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹുവിൽ വിശ്വസിക്കൽ അതെന്താണ് എന്നും അള്ളാഹുവിൻ്റെ മലായികത്തുകളിലുള്ള വിശ്വാസവും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും എന്താണെന്നും, പിന്നീട് അള്ളാഹുവിൻ്റെ കിതാബുകളെ കുറിച്ചും അള്ളാഹുവിൻ്റെ നമ്മിലേക്ക് അവതരിച്ചിട്ടുള്ള കിതാബായിട്ടുള്ള വിശുദ്ധ ഖുർആനെ കുറിച്ചും അതിനോട് സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട നിലപാട് എന്താണെന്നും നമ്മൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഒരുവൻ കിതാബിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ മേൽ വന്ന് ചേരുന്ന വിശ്വാസം റസൂലിഹി എന്നാണ് റസൂൽ പറയുന്നത്. അവൻ്റെ പ്രവാചകന്മാരിൽ, അവൻ്റെ റസൂലുകളിൽ വിശ്വസിക്കുക എന്നുള്ളതാണത്. അത് അടിസ്ഥാനപരമായിക്കൊണ്ട് സന്മാർഗത്തിനായി, മനുഷ്യരുടെ സന്മാർഗത്തിനായി അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാരിലും അവരുടെ സന്ദേശങ്ങളിലും വിശ്വസിക്കലാണെങ്കിൽ ആ ഒരു വിശ്വാസം കൊണ്ട് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മേൽ അവതീർണമായിട്ടുള്ള പ്രവാചകന്റെ മേലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പ്രവർത്തനങ്ങളും ആണ്. നമുക്കറിയാം, ത്വായിഫിൻ്റെ തിരുവോരങ്ങളിൽ ഒരുപാടധികം കല്ലേറുകൾ കൊള്ളുകയും കുറേ ആക്ഷേപങ്ങൾ നേരിടുകയും അങ്ങനെ കല്ലേറുകൾ കൊണ്ടിട്ട് കാലിൽ നിന്ന് ചോരയൊലിച്ച് ചെരുപ്പും കാലും ഒട്ടുന്ന രൂപത്തിൽ വരെ ആയിത്തീരുന്നൊരു സന്ദർഭം പ്രവാചക ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതെല്ലാം നമുക്ക് ഏറെ സുപരിചിതമായ കഥകളാണ്, മറിച്ച് കാര്യങ്ങളാണ്. അങ്ങനെ ഒരുപാടധികം റസൂല് കഷ്ടപ്പെടുന്നുണ്ട്. അതെന്തിനാണെന്ന് ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മക്കയിൽ ഖുറൈശികളുടെ ആക്ഷേപങ്ങളും അവരുടെ ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ തെളിവാക്കുകളും ആരോപണങ്ങളും റസൂലും സ്വഹാബത്തും നേരിടുന്നുണ്ട്. അതും എന്തിനാണെന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ തൻ്റെ നാട് വിട്ടിട്ട് പ്രവാചകനേറെ സ്നേഹിച്ചിരുന്ന ഒരു നാടാണ് മക്ക എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് പോകുന്നുണ്ട്. അത് എന്തിനാണെന്ന് നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ മക്കയോടായിട്ട് പറയുന്നുണ്ട്, ഖുറൈശികൾ എന്നെ ഈ രീതിക്ക് ഉപദ്രവിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വിട്ടു പോകില്ലായിരുന്നു എന്ന് മക്കയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം പ്രവർത്തനങ്ങൾ ചെയ്തതും ഒരുപാടധികം യുദ്ധങ്ങളിൽ റസൂല് മുന്നിൽ നിന്ന് പങ്കെടുത്തതും ഒരുപാടധികം യുദ്ധങ്ങളിൽ റസൂല് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാടധികം യുദ്ധങ്ങളിൽ എന്തിനാണ് നേതൃത്വം വഹിച്ചതെന്നും ഒരുപാടധികം സങ്കീർണമായിട്ടുള്ള നിലപാടുകൾ എന്തിനാണ് റസൂൽ എടുത്തതെന്നും നാം ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ അത് നമ്മിലേക്ക് സന്മാർഗം എത്തിക്കാനാണ് എന്നുള്ളൊരു ഉത്തരത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. നമ്മൾ മുസ്ലിം ആകണം, റസൂല് എനിക്ക് ശേഷം വരുന്ന തലമുറ സന്മാർഗം പ്രാപിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ജീവിതത്തിൽ ചെയ്തു വെച്ച ധാരാളം പ്രയത്നങ്ങളും ജിഹാദുകളുമുണ്ട്. അപ്പോൾ അത്രത്തോളം കരുണ നമ്മോട് റസൂല് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം കടപ്പാടുകൾ നമുക്ക് റസൂലിനോടുമുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വിശ്വാസിയുടെ സത്യവിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ അവൻ റസൂലിനെ സ്നേഹിക്കൽ വളരെ അത്യാവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് റസൂലിനെ സ്നേഹിക്കുക? അത് വളരെ ഇഷ്ടം കൊണ്ട് നടക്കലാണോ? ഹൃദയത്തിൽ ഞാൻ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തനം ചെയ്യലാണോ എന്നുള്ളൊരു ചോദ്യം എന്തിനേക്കാളും സുപ്രധാനമായ ഒന്നാണ്. അവിടെ റസൂലിനോടുള്ള സ്നേഹം അത് ഏത് രീതിക്കാണ് ഞാൻ പ്രകടിപ്പിക്കേണ്ടതെന്ന് ഒരു വിശ്വാസി എപ്പോഴും ചിന്തിക്കേണ്ടതും അതനുസരിച്ച് മനസ്സിലാക്കേണ്ടതും ആ മനസ്സിലാക്കലിനും ആ വിശ്വാസത്തിനും അനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതും സന്മാർഗം ലഭിച്ചിട്ടുള്ള, ഹിദായത്ത് ലഭിച്ചിട്ടുള്ള നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം
നിർബന്ധമായ കാര്യമാണ്. പ്രവാചകരോടുള്ള സ്നേഹം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഒന്നാമത്തെ ഘടകം, അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ബാധ്യത പൂർത്തീകരണത്തിന്റെ ഒന്നാമത്തെ ഘടകം ഹുബ്ബുർ റസൂലാണ്, അതായത് പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂലാണ് കൈ പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ റസൂലാണല്ലോ പിടിച്ചിരിക്കുന്നത് എന്നൊരു ചിന്ത വരുമ്പോൾ, എന്നൊരു അത്ഭുതം വരുമ്പോൾ, മതിമറന്നുകൊണ്ട് സ്നേഹത്താൽ നിറഞ്ഞൊഴുകിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലെ അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, റസൂലെ എനിക്ക് ശേഷം എൻ്റെ നഫ്സിനേക്കാളും ഈ ഭൂമി ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് റസൂലെ താങ്കളെയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി പറയുന്നുണ്ട്, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബു ഇലൈക മിൻ നഫ്സി. അതുപോലെ ഉമറേ, മറിച്ച് നിന്നേക്കാളും കൂടുതൽ, നിന്റെ നഫ്സിനേക്കാൾ കൂടുതൽ, നിന്റെ സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം ആത്മാവിനേക്കാളും കൂടുതൽ നീ എന്നെ സ്നേഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തിരുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫഖാല ലഹു ഉമർ ഫഇന്നഹു അൽആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. റസൂലേ, ഇപ്പോൾ എൻ്റെ നഫ്സിനേക്കാൾ കൂടുതൽ ഞാൻ താങ്കളെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് റസൂലിനോട് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ ശരിയായിരുന്നു. സ്വന്തം നഫ്സിനേക്കാൾ കൂടുതൽ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തത്തേക്കാൾ കൂടുതൽ, നമ്മുടെ ജീവനേക്കാൾ കൂടുതൽ പ്രവാചകനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കൽ അത്യാവശ്യമാണെന്ന് പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂനു ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ചര്യകൾ, എൻ്റെ ചര്യകൾ സ്വന്തം ഇച്ഛയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ സ്വന്തം ഇച്ഛയായി മാറുന്നിടത്തോളം കാലം ഒരുവനും മുസ്ലിം ആവുകയില്ല, മറിച്ച് സത്യവിശ്വാസിയാവുകയില്ല എന്ന് റസൂൽ പറയുന്നുണ്ട്. ഒരുവന്റെ സത്യവിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ സ്വന്തം ഇച്ഛയും സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ഇച്ഛകളുമെല്ലാം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടത്തോടു കൂടി യോജിക്കണം എന്ന് പറയുന്നത് ഈമാനിൻ്റെ, സത്യവിശ്വാസത്തിൻ്റെ ഒരു ബാധ്യതയാണ്, ഒരു ഭാഗമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണെന്ന് റസൂൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിലും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബു ഇലൈഹി മിൻ നഫ്സിഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാളും സത്യവിശ്വാസത്തിൽ പൂർണ്ണത പ്രാപിക്കുകയില്ല, ഹത്താ അകൂന അഹബ്ബു ഇലൈഹി, ഞാൻ അവനോട് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി മാറുന്നിടത്തോളം കാലമെന്ന്. എന്നിട്ട് റസൂൽ അതിനെ ഉപമിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്, ഹത്താ അകൂനു അഹബ്ബു ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പിതാവിനേക്കാളും സ്വന്തം മകനേക്കാളും അല്ലെങ്കിൽ സ്വന്തം സന്താനങ്ങളെക്കാളും അതുപോലെ തന്നെ ഈ ഭൂമി ലോകത്ത് വരുന്ന എല്ലാ മറ്റു ജനങ്ങളെക്കാളും കൂടുതൽ ഞാൻ ഒരുവന് പ്രിയപ്പെട്ടവനായി മാറിയിട്ടില്ലെങ്കിൽ അവൻ സത്യവിശ്വാസിയായിട്ടില്ല എന്നും റസൂല് നമ്മോടായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വന്തം ഉപ്പയേക്കാളും സ്വന്തം ഉമ്മയെക്കാളും സ്വന്തം കൂട്ടുകുടുംബാംഗങ്ങളെക്കാളും ഭൂമിയിലുള്ള എല്ലാ ജനങ്ങളെക്കാളും കൂടുതൽ റസൂലിനെ സ്നേഹിക്കണമെന്ന് റസൂൽ നമ്മോട് നിർബന്ധ ബാധ്യതയായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വന്തം ധനത്തെക്കാളും സ്വന്തം അഹലിനേക്കാളും സ്വന്തം വീടിനേക്കാളും കൂടുതൽ എന്നെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നതെന്ന് റസൂല് മറ്റൊരു ഹദീസിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരർത്ഥത്തിൽ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകനോടുള്ള ബാധ്യതാ നിർവഹണത്തിൽ ഏറ്റവും ഒന്നാമതായി വന്നു നിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒന്ന് പ്രവാചകനോടുള്ള അനുസരണമാണ്, ത്വാഅത്തു റസൂൽ. വിശുദ്ധ ഖുർആനിൽ 12ഓളം രൂപങ്ങളിൽ 12ഓളം സീഗകളിൽ അല്ലാഹു അത് വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് അത്തിയു അല്ലാഹു അത്തിയു റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ പിൻപറ്റുക, അള്ളാഹുവിനെ അനുസരിക്കുക. എന്നിട്ട് അള്ളാഹുവിനോടുള്ള വിശ്വാസത്തോടൊപ്പം തന്നെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം എന്നുള്ളതാണ്. പ്രവാചകനെ അനുസരിക്കാതെ അള്ളാഹുവിനോടുള്ള അനുസരണം പൂർണ്ണമാവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ അതിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. റസൂൽ എന്തൊരു ചര്യയാണോ കൊണ്ടുവന്നിരിക്കുന്നത്, റസൂൽ എന്തൊരു ജീവിത രീതിയാണോ നിങ്ങൾക്ക് ആവിഷ്കരിച്ചിരിക്കുന്നത്, ആ ഒരു ജീവിത രീതി, ആ ഒരു ജീവിത ശൈലി, ആ പെരുമാറ്റ മര്യാദകളും ജീവിത ചട്ടങ്ങളും
റസൂൽ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ എന്തൊരു കാര്യത്തിൽ നിന്നാണോ നിങ്ങൾ തടഞ്ഞിരിക്കുന്നത് ഫൻതഹു, നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഹിദായത്ത് ലഭിക്കാനുള്ള, സന്മാർഗ ലബ്ധിക്കുള്ള മാനദണ്ഡമായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണത്തെ അള്ളാഹു ഷർത്തായിട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ റസൂലിനെ പിൻപറ്റുകയാണെങ്കിൽ തഹ്തദൂ, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരായേക്കാം. നിങ്ങൾ റസൂലിനെ പിൻപറ്റിയാൽ മാത്രമാണ് നിങ്ങൾക്ക് സന്മാർഗം കിട്ടുക എന്നാണ് അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രവാചകൻ എന്തൊരു ജീവിത രീതിയാണോ നമുക്ക് ആവിഷ്കരിച്ചിട്ടുള്ളത്, അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കായിക താരങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള ജീവിത രീതിയല്ല, അവർ വെട്ടുന്ന മുടിയുടെ രീതിയല്ല, അവർ കുടിക്കുന്ന പാനീയങ്ങളല്ല, അവർ ധരിക്കുന്ന വസ്ത്രങ്ങളല്ല, മറിച്ച് പ്രവാചകൻ എന്തൊരു വസ്ത്രമാണോ നമുക്ക് പ്രിഫർ ചെയ്തിട്ടുള്ളത്, പ്രവാചകൻ എന്തൊക്കെ കുടിക്കാനാണ് അനുവാദം തന്നിട്ടുള്ളത്, പ്രവാചകൻ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ മുടി വെട്ടാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ ഉണ്ടാവാത്തിടത്തോളം കാലം നമുക്ക് സന്മാർഗം ലഭിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സ്പഷ്ടമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രവാചക സ്നേഹത്തിന്റെ മറ്റൊരു ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത എന്നല്ല, ഒരുവൻ പ്രവാചക സ്നേഹിയാണെന്ന് വാദിക്കുമ്പോൾ ഇനി പറയാൻ പോകുന്നൊരു കാര്യം, അത് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും പ്രവാചക സ്നേഹം പൂർത്തിയാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് ഒരുപാടധികം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഖുതുബകളിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ, നീളം കൂടി പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഔലന്നാസു ബി യൗമൽ ഖിയാമത്തി അക്സറുഹുന്ന അലൈഹി സ്വലാത്ത്, അന്ത്യനാളിൽ യൗമുൽ ഖിയാമത്തിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് എൻ്റെ മേൽ ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളായിരിക്കും എന്ന് റസൂൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ റസൂൽ പറയുന്നുണ്ട്, വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല ദിവസമാണ്. ഒരാഴ്ചയിൽ വെച്ചിട്ട്, ദിവസങ്ങളിൽ വെച്ചിട്ട് നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫാക്സിറു അലൈഹി സ്വലാത്ത്, അന്നേ ദിവസം എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലുക. ഫൈന സ്വലാത്തക്കും മഅറൂദത്തൻ, നിങ്ങളുടെ സ്വലാത്തുകളെല്ലാം വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്വലാത്തുകളും എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും, അതെനിക്ക് കാണിക്കപ്പെടുമെന്ന് റസൂൽ നമ്മോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ റസൂൽ മറ്റൊരു അവസരത്തിൽ പറയുന്നുണ്ട്, പിശുക്കൻ എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ പിശുക്കൻ എന്നതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തവരെ കുറിച്ച് റസൂൽ പറഞ്ഞിട്ടുള്ളത്. അൽ ബഖീലു മൻ ദുകിറതു ഇൻദഹു ഫലം യുസല്ല അലൈഹി, ഒരുവൻ എൻ്റെ പേര് സ്മരിക്കപ്പെട്ടു, അതായത് ഒരുവന്റെ അടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ മുഹമ്മദ് എന്നൊരു പേര് പറയപ്പെട്ടു, വെറും പേരല്ല, റസൂലിന്റെ പേരായിട്ട്. അങ്ങനെ റസൂലിന്റെ പേര് ഒരുത്തൻ കേട്ടിട്ട്, ഒരുവൻ റസൂലിന്റെ പേര് കേട്ടിട്ട് അവൻ സ്വലാത്ത് ചൊല്ലുന്നില്ല എങ്കിൽ, പ്രഭാഷണങ്ങളിലും മറ്റുള്ള പല സംസാരങ്ങളിലും പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവനെ കുറിച്ച് പിശുക്കനാണെന്നാണ് റസൂൽ പറഞ്ഞിരിക്കുന്നത്. കാരണം റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന മാനദണ്ഡമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ റസൂലിനോടുള്ള സ്നേഹം വാജിബാണെന്ന് പറയുമ്പോൾ ആ വുജൂബിയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം തന്നെ പ്രവാചകന്റെ മേലുള്ള സ്വലാത്ത് ചൊല്ലലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഘടകം, പ്രവാചക സ്നേഹത്തിൽ ഒരിക്കലും ഒരുവൻ അവഗണിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് പ്രവാചകനെ റോൾ മോഡലാക്കി സ്വീകരിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലഖദ് കാന ലക്കും ഫീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അല്ലാഹുവിനെ ഒരുപാട് സ്മരിക്കുകയും ഹൃദയത്തിൽ ഒരുപാട് അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ കൊണ്ടു നടക്കുകയും അല്ലാഹുവിനെ നിരന്തരമായി ഓർക്കുകയും അങ്ങനെ അന്ത്യനാളിനെ പ്രതീക്ഷിച്ച്, അന്ത്യനാളുള്ളതാണ്, അതുകൊണ്ട് മരണത്തെ പ്രതീക്ഷിച്ച്, മരണം എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് വരാം, അതുകൊണ്ട് ഞാൻ പൂർണ്ണമായും സജ്ജനായിരിക്കേണ്ടതുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, നാളെ എനിക്ക് അള്ളാഹുവിനെ പ്രസന്നനായിക്കൊണ്ട് കണ്ടുമുട്ടാൻ സാധിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് ജീവിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകരിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ടെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതായത് ഒരുവൻ വിജയിക്കണമെങ്കിൽ, അവൻ അള്ളാഹുവിനെ സന്തോഷവാനായിട്ട്
വഹുവ അലൈഹി ഗളുബാൻ എന്ന് പറയുന്നുണ്ട്. ചിലർ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ലഖിയല്ലാഹു വഹുവ അലൈഹി ഗളുബാൻ, അള്ളാഹു അവന്റെ മേൽ കോപിഷ്ഠനായ നിലയിലായിരിക്കും അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് പറയുന്നുണ്ട്. ആ രീതിയിലല്ലാതെ അള്ളാഹുവിനെ സന്തോഷവാനായിക്കൊണ്ട് പുഞ്ചിരിക്കുന്നവനായിക്കൊണ്ട് അള്ളാഹുവിനെ അന്ത്യനാളിൽ കാണാൻ സാധിക്കണമെങ്കിൽ അതിന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് റസൂലിനെ പിൻപറ്റണം, അല്ലെങ്കിൽ അത്തരക്കാർ റസൂലിന്റെ ചര്യ പിൻപറ്റിയാൽ മാത്രമാണ് അത്തരം ഒരു വിജയം അവരുടെ ദുനിയാവിലും ആഖിറത്തിലും സാധിക്കുകയുള്ളൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നമുക്കറിയാം, നിങ്ങളൊരു പിതാവാണെങ്കിൽ മക്കളോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, അവരോട് ഏത് രീതിയിലാണ് പരിലാളനകൾ നടത്തേണ്ടത്, അവർക്ക് ഏത് രീതിയിലുള്ള തർബിയത്താണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന കാര്യത്തിൽ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ഇനി നിങ്ങളൊരു മകനാണെങ്കിൽ മാതാപിതാക്കളോട് ഏത് രീതിയിൽ പെരുമാറണം, അവരോട് എത്ര സ്നേഹത്തോടു കൂടി പെരുമാറണം. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ചേ എന്നൊരു വാക്ക്, അതായത് അവരോട് ദേഷ്യപ്പെടുന്ന രൂപത്തിന്റെ ഏറ്റവും കുറഞ്ഞ വാക്കിനെയാണ് അറബി ഭാഷയിൽ വിശുദ്ധ ഖുർആനിൽ ഉഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു വാക്ക് പോലും പറയരുത് എന്ന് തുടങ്ങിയിട്ട് പല കാര്യങ്ങളും റസൂൽ വിശുദ്ധ ഖുർആനിലൂടെയും തിരുചര്യയിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി നിങ്ങളൊരു മകളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ഏത് രീതിയിൽ പെരുമാറണം, ഭർത്താവിനോട് ഏത് രീതിയിലാണ് നിങ്ങൾ അനുവർത്തിക്കേണ്ടത്, ഭർത്താവിനോട് ഏത് രീതിയിലാണ് നിങ്ങൾ ബാധ്യത നിർവഹിക്കേണ്ടത്, ഹക്ക് നിർവഹിച്ചു കൊടുക്കേണ്ടത്. തിരിച്ച് ഭർത്താവിനാണെങ്കിലും നിങ്ങൾ ഭാര്യയോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, അവരുടെ അവകാശങ്ങൾ ഏത് രീതിയിലാണ് നേടിക്കൊടുക്കേണ്ടത്, സാധിച്ചു കൊടുക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവിടെയും നമുക്കൊരു ഉത്തമ ഗുണപാഠമാണ്. ഉത്തമമായിട്ടുള്ളൊരു പാഠപുസ്തകമായിട്ട് റസൂലിന്റെ ജീവിതം നമുക്കൊരു തുറന്ന പുസ്തകമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കൂട്ടുകാരനാണെങ്കിൽ സ്വന്തം കൂട്ടുകാരനോട് ഏത് രീതിയിൽ വർത്തിക്കണമെന്നും, സ്വന്തം കൂട്ടുകാരന്റെ വിഷമങ്ങൾ അവൻ പറയാതെ തന്നെ അവന്റെ മുഖത്ത് നിന്ന് എങ്ങനെ വായിച്ചെടുക്കണമെന്നും പറഞ്ഞു തരുന്ന സാമൂഹിക മര്യാദകൾ, സാമൂഹികമായിട്ടുള്ള ഉത്തമ സ്വഭാവങ്ങൾ കൈക്കൊള്ളുന്ന ഒരു റസൂലിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. റസൂലിന്റെ അടുത്തേക്കല്ല, ഒരു ചന്തയിലേക്ക് വരുന്നുണ്ട്. അവിടെ റസൂലുണ്ട്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ രോമങ്ങളെല്ലാം കൊഴിഞ്ഞു പോയ വയസ്സായിട്ടുള്ള ഒരു ഒട്ടകം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ട്. അങ്ങനെ അത് മാർക്കറ്റിൽ ഒരു വിലയും കിട്ടാത്തൊരു ഒട്ടകമാണ്. അങ്ങനെ അതുകൊണ്ട് വരുമ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ട്, ഇതിന്റെ സമൻ എത്രയാണ്, ഇതിന്റെ വില എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്, ഇത് താങ്കൾക്കുള്ളതാണ് നബിയെ, താങ്കൾ എടുത്തു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജാബിർ റളിയല്ലാഹു അൻഹു, തന്റെ സുഹൃത്തായിട്ടുള്ള ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ കൃത്യമായിട്ട് അറിയാവുന്ന റസൂൽ അവിടെ ചെയ്യുന്നത്, ഇത് എത്രയാണ് ജാബിറെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇത് താങ്കൾക്കുള്ളതാണ് നബിയെ, തങ്ങൾക്കുള്ളതാണ്, ഇതിന് വിലയൊന്നും വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ റസൂലിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തെ 40 ദീനാറിനോ ദിർഹത്തിനോ മറ്റോ മേടിക്കുന്നുണ്ട്. അങ്ങനെ പൈസയായിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ വിളിച്ചിട്ട്, ബിലാലെ, ഈ പൈസ കൊണ്ടേ നീ ജാബിറിനെ ഏൽപ്പിക്കുക, അതോടൊപ്പം ഈ ഒട്ടകത്തെ നീ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് സ്വന്തം കൂട്ടുകാരന്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അവനോട് ഏത് രീതിയിൽ പെരുമാറണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്ന ഒരു റസൂലിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ വിഷമിപ്പിക്കാതിരിപ്പിക്കും, ഏത് രീതിയിൽ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ മുഖഭാവം മാറ്റാതിരിക്കും എന്ന് പഠിപ്പിക്കുന്ന റസൂലിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ കൈക്കുള്ള അല്ലെങ്കിൽ കുറച്ച് മുന്തിരികളായിട്ട് വരുന്നുണ്ട്. നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ചൊരു കഥയാണ്. അങ്ങനെ മുന്തിരികളായിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് വരുമ്പോൾ പ്രവാചകൻ സാധാരണ ചെയ്യുക സഹാബാക്കൾക്ക് പങ്കിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ മനുഷ്യൻ വന്നിട്ട് മുന്തിരി കൊടുക്കുമ്പോൾ റസൂൽ അത് ആർക്കും കൊടുത്തില്ല. റസൂൽ അത് ഒറ്റക്ക് തന്നെ കഴിച്ചു തീർത്തു. എന്നിട്ട് ആ മനുഷ്യൻ സന്തോഷത്താൽ തിരിച്ചു മടങ്ങിയപ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അല്ല റസൂലെ, താങ്കൾ എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് തരുന്നതല്ലേ, ഇത് മാത്രം എന്താണ് തരാത്തതെന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ അതിന് കൊടുക്കുന്ന മറുപടി, അത് ആ മുന്തിരിക്ക് വളരെയധികം കയ്പായിരുന്നു. ആ കയ്പ് ഉള്ള മുന്തിരി നിങ്ങൾ കഴിച്ചിട്ട് അത് കഴിച്ച് കയ്പിൻ്റെ ഒരു മുഖഭാവം നിങ്ങളുടെ മുഖത്ത് നിന്ന് കണ്ടാൽ ആ മനുഷ്യന് വളരെയധികം വിഷമമാകും. അതിന് കയ്പാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ആ മനുഷ്യൻ അറിഞ്ഞാൽ ആ മനുഷ്യൻ എന്തായാലും വിഷമിക്കും. അത് നിങ്ങളിൽ നിന്ന് വന്നു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ മുന്തിരിയെല്ലാം ഞാൻ കഴിച്ചു തീർത്തത് എന്ന് സഹാബാക്കളോട് പറയുന്നുണ്ട്. അവിടെ ഒരു മനുഷ്യന്റെ ഫീലിങ്സിന്, ആ ഒരു മനുഷ്യന്റെ അനുഭവങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ മനസ്സിനെ ഒരു രീതിക്കും വേദനിപ്പിക്കാത്ത രൂപത്തിൽ പെരുമാറാൻ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, നമ്മോട് പറയുന്നുണ്ട്.
ആ ഒരർത്ഥത്തിൽ പ്രവാചകൻ നമ്മുടെ മുന്നിലേക്ക് തുറന്നു വെക്കുന്ന ഒരു ജീവിതം, പ്രവാചകൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ജീവിത രീതി എന്താണോ, ഒരു സ്വഭാവ മര്യാദ എന്താണോ, പ്രവാചകൻ നമ്മുടെ മുന്നിലേക്ക് തുറന്നു വെച്ചു തരുന്ന ഒരു രാജപാത എന്താണോ, ആ ഒരു മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് ആ ഒരു ജീവിത രീതി സ്വന്തം ജീവിത രീതിയാക്കി സ്വീകരിച്ചുകൊണ്ട് റസൂലിനെ സ്വന്തത്തിൽ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നവരാണെന്ന് വാദിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചക സ്നേഹി ആണ് എന്ന് വാദിക്കുന്ന ഓരോ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, പ്രവാചകൻ നിന്ന ഒരുപാടധികം വൈറലാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രവാചകൻ ഒരു യുദ്ധമോഹിയായിരുന്നു. വളരെ കാരുണ്യ റഹ്മത്തുൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്ന റസൂല് ഒരു യുദ്ധമോഹിയായിരുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞു വരുത്തുന്നുണ്ട്. നാസ്തികരായിട്ടും പല ഇസ്ലാമിനെതിരായിട്ടുള്ള പല ആളുകൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. റസൂൽ ഒരു സ്ത്രീലമ്പടനാണ്, കൊച്ചുകുട്ടികളെ വിവാഹം കഴിക്കുന്ന ഒരാളാണ്, ഔദുബില്ല, അങ്ങനെയുള്ള ഒരുപാട് വാദങ്ങൾ പല ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. റസൂലിന് കരുണയില്ല, റസൂല് മറ്റുള്ളവരെ തല്ലിയിരുന്നു, റസൂല് അടിമകളോട് മോശമായ രീതിയിൽ പെരുമാറിയിരുന്നവനായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള പല വാദങ്ങളും റസൂലിനെ കുറിച്ച്, റഹ്മത്തുൽ ആലമീൻ എല്ലാവരോടും കരുണയുണ്ടായിരുന്ന റസൂലിനെ കുറിച്ച് ഇത്തരം ആളുകൾ പറഞ്ഞു വരുത്തുമ്പോൾ അവിടെ റസൂലിന്റെ ജീവിതം അത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കുക എന്നുള്ളത് മുസ്ലിങ്ങളായിട്ടുള്ള സത്യവിശ്വാസികളായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതിന് ഇന്ന പ്രായക്കാർക്കെന്നോ ഇന്ന സ്ത്രീക്കോ പുരുഷനോ എന്നൊന്നുമില്ല. സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, വിദ്യാർത്ഥി ആയിക്കോട്ടെ, യുവാവായിക്കോട്ടെ, പ്രായം ചെന്ന ഒരാളായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പെൺകുട്ടി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, പ്രവാചകൻ ജീവിച്ച ഒരു രീതിയിൽ, പ്രവാചകൻ കൽപ്പിച്ച ഒരു ജീവിത രീതി നമ്മുടെ ജീവിത രീതിയായിട്ട് മാച്ച് ആക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള ഒരു സ്നേഹം പൂർത്തിയാകുന്നത്. ആ രീതിയിൽ ജീവിക്കുമ്പോൾ പ്രവാചകന്റെ ജീവിതം എത്രത്തോളം മനോഹരമായിരുന്നു എന്ന് ജനങ്ങൾക്ക് വ്യക്തമാകും. അപ്പോൾ ജനങ്ങളിൽ തന്നെ സംസാരം ഉണ്ടാകും, ഈ ഒരു റസൂലിനെ കുറിച്ചാണ് ഇത്തരം ആളുകൾ ഇത്തരം മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് അത്തരം ആളുകൾ, ഇസ്ലാമിനെതിരെ പ്രവാചകൻ നിന്ന് നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ തന്നെ പറയുന്ന ഒരു കാലം വരും. ആ ഒരു കാലത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത് ഇത്തരം സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ പുഞ്ചിരി ഇസ്ലാം ആകേണ്ടതായിട്ടുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാം ആകേണ്ടതായിട്ടുണ്ട്, നമ്മുടെ തമാശകൾ അതും ഇസ്ലാമികമാകേണ്ടതായിട്ടുണ്ട്, നമ്മുടെ നടത്തവും നമ്മുടെ ഇരുത്തവും നമ്മുടെ തീറ്റയും കുടിയും എല്ലാം ഇസ്ലാമായി മാറേണ്ടതായിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ആ ഒരു ദർജയിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹം അവിടെ ളാഹിറായി വെളിവായി നിൽക്കുന്നത്. പ്രവാചക ജീവിതത്തെ ആ ഒരു രീതിയിൽ സ്വാംശീകരിക്കുവാൻ, ആ ഒരു രീതിയിൽ പ്രവാചകന്റെ ജീവിതത്തെ സ്വന്തം ജീവിത രീതിയാക്കി സ്വീകരിക്കുവാൻ നാഥൻ എവരെയും തുണക്കുമാറാകട്ടെ. പ്രവാചക സ്നേഹികളിൽ അള്ളാഹു എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വിചാരണക്ക് വിധേയരാകുന്ന, മറിച്ച് വിചാരണക്ക് വിധേയരാകാതെ സ്വർഗത്തിലേക്ക് കയറി പോകുന്ന ഒരു കൂട്ടം ആളുകളിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകനോട് ഏറ്റവും അടുത്ത് 2 വിരലുകൾ പൊക്കിക്കൊണ്ട് സ്വഹാബാക്കളെ റസൂൽ കാണിക്കുന്നുണ്ട്. ഈ 2 വിരലുകളെ പോലെ, അടുത്തടുത്തുള്ള 2 വിരലുകളെ പോലെ പ്രവാചകനോട് അടുത്ത് നിൽക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വഅസ്തഗ്ഫി അന്നി വഅൻകും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അല്ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ മൻ ഇഹ്തദാ ബിഹദീഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് വസീകും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും രഹസ്യവും പരസ്യവുമായ, വ്യക്തിഗതവും സാമൂഹികവുമായ, രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ രണ്ടാമതായി എന്നോടും തുടർന്ന് ഖുത്ബ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിശ്വാസികളോടും വിശ്വാസിനികളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ഇത്തഖ്വല്ലാഹ്. പ്രവാചക സ്നേഹം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് പ്രവാചക സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വിദഅത്തുകൾ പിൻപറ്റലല്ല, മറിച്ച് പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റലാണെന്ന് നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി മൻ അഹബ്ബനി ഫഖദ് കാന മഅി ഫിൽ ജന്ന. ആര് എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടുവോ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. എൻ്റെ സുന്നത്ത് ആരോ ഒരുവൻ അവൻ്റെ ജീവിതത്തിൽ
പ്രാവർത്തികമാക്കിയോ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ സ്വന്തം ജീവിതത്തിൽ എൻ്റെ ചര്യകൾ പിൻപറ്റി എൻ്റെ ചര്യകൾ അവൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി എന്നെ ആരിഷ്ടപ്പെട്ടുവോ ഫഖദ് കാന മഅീ ഫിൽ ജന്ന. റസൂൽ പറയുകയാണ്, റസൂൽ സന്തോഷവാർത്ത അറിയിക്കുകയാണ്, അവർ അത്തരക്കാർ എൻ്റെ കൂടെയായിരിക്കും സ്വർഗത്തിലുണ്ടാവുക. പ്രവാചക സ്നേഹത്തിൻ്റെ ഏതാനും ചില ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പ്രവാചക സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനമായ, ഏറ്റവും നടുക്കുള്ള നെടുന്തൂണെന്ന് പറയുന്നത്, അത് പ്രവാചകനെ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്, എന്തൊരു ലക്ഷ്യവുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതീർണമായിട്ടുള്ളത്, ഏതൊരു ലക്ഷ്യം വെച്ചിട്ടാണോ ത്വായിഫിൽ നിന്ന് കല്ലേറ് കൊള്ളുകയും ഖുറൈശികളുടെ ആക്ഷേപങ്ങൾ സഹിക്കുകയും അവർ നടന്നു പോകുന്ന വഴിയിൽ അവരുടെ മുള്ളും കല്ലുകളെല്ലാം സഹിക്കേണ്ടി വരികയും അതിനുശേഷം യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരികയും ഹിജ്റ ചെയ്യേണ്ടി വരികയും ചെയ്തത്, ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കേണ്ടി വന്നിട്ടുള്ളത്, ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നോമ്പ് പിടിച്ചിട്ട് വയറിൽ കല്ല് കെട്ടിയിട്ട്, 2 കല്ല് കെട്ടിയിട്ട്, എല്ലാവരും ഒരു കല്ല് കെട്ടുമ്പോൾ 2 കല്ല് വച്ച് കെട്ടിയിട്ട് ഖൈബറിന്റെ കുഴി കുഴിച്ചതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഇഖാമത്തു ദീനിന് വേണ്ടിയിട്ടുള്ളതാണ്. ദീനിനെ സംസ്ഥാപിക്കുക. ഒരു കൂട്ടം അജ്ഞതയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള ഒരു സമൂഹത്തിൽ ഇസ്ലാമിന്റെ മാധുര്യം എന്താണ്, ശരിക്കും ദീനുൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. ഇതിനെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി. അല്ലാഹു പറയുകയാണ്, നൂഹിനോട് കൽപ്പിച്ചതും നിനക്ക് നാം ബോധനം നൽകിയതും ഇബ്രാഹിം, മൂസ, ഈസ എന്നിവരോട് നാം കൽപ്പിച്ചതുമായ കാര്യം നിങ്ങൾ മതത്തെ നേരാവണ്ണം നിലനിർത്തുക, അതിൽ നിങ്ങൾ ഭിന്നിതരാകാതിരിക്കുക. അതായത് ഒരു കൂട്ടം അജ്ഞതയിൽ ജീവിക്കുന്ന ഒരു സമൂഹമുള്ള ഒരു സമയത്ത് ഇസ്ലാം എന്താണ്, ഇസ്ലാം കൽപ്പിക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത രീതി എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ, എന്ന് പറഞ്ഞു കൊടുക്കുന്നതിലപ്പുറം എന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ, ഇസ്ലാമിന് ഇന്ന രാഷ്ട്രീയ നിലപാടുകളുണ്ട്, ഇസ്ലാമിന് ഇന്ന സാമ്പത്തികമായിട്ടുള്ള നിയമങ്ങളുണ്ട്, ഇന്ന രീതിയിലാണ് ആത്മീയമായിട്ട് ഇടപഴകേണ്ടത് അള്ളാഹുവായിട്ട്, മനുഷ്യരോടുള്ള പെരുമാറ്റങ്ങൾ ഇങ്ങനെയാണ്, മറ്റു മനുഷ്യരോടുള്ള, ഭാര്യയോടുള്ള, മക്കളോടുള്ള പെരുമാറ്റങ്ങൾ ഇങ്ങനെയാണ് എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് നിയമങ്ങൾ വിശുദ്ധ ഖുർആനിൽ ദീനുൽ ഇസ്ലാമിൻ്റെതായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അത്തരം ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ, അത്തരം ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇസ്ലാമിനെ നിലനിർത്തണമെങ്കിൽ അത് റസൂൽ നിർവഹിച്ച ആ ഒരു ദൗത്യം നമ്മളും നിർവഹിക്കുമ്പോഴാണ് പൂർത്തിയാവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് റസൂൽ അവതീർണമായതും അതേ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് അത്രത്തോളം ത്യാഗങ്ങൾ റസൂൽ അനുഭവിച്ചിട്ടുള്ളതും. അപ്പോൾ റസൂൽ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അത്തരം ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, എന്തൊരു ലക്ഷ്യം നേടിയെടുക്കുവാനായിട്ടാണ് അത്രയും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഇടുക്കങ്ങളും അനുഭവിച്ചിട്ടുള്ളത്, ആ ലക്ഷ്യം നമ്മൾ ഏറ്റെടുത്തിട്ട്, ആ ലക്ഷ്യം റസൂലിന് ശേഷം നമ്മൾ ഏറ്റെടുത്ത് ആ ലക്ഷ്യം നടത്താൻ നോക്കി, ആ ഒരു ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ നോക്കി, അത് ഭൂമിയിൽ നിലവിൽ വരുത്താൻ നമ്മളും റസൂലിനോടൊപ്പം കഷ്ടപ്പെടുമ്പോഴാണ് പ്രവാചക സ്നേഹം പൂർത്തിയാവുക. നമുക്കറിയാം, പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് കുറച്ച് സ്വഹാബാക്കൾ ബാക്കിയാകുന്നുണ്ട്. അങ്ങനെ ബാക്കിയാകുന്ന സ്വഹാബാക്കളോട് പ്രവാചകൻ ഒരുപാട് ദിവസത്തേക്ക് മിണ്ടുന്നില്ല, സലാം പോലും അടക്കുന്നില്ല. കാരണം റസൂല് ഒരു ദൗത്യം നിർവഹിക്കാൻ പോകുമ്പോൾ റസൂലിന്റെ കൂടെ അവരും ദൗത്യം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അങ്ങനെ റസൂൽ ഒരു ദൗത്യത്തിന് മുന്നിടുക, എന്നിട്ട് മുസ്ലിം സമൂഹമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും വിശ്രമിക്കുക. റസൂൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്റെ ജീവിതം മാറ്റിവെക്കുക, എന്നിട്ട് നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം മാറ്റിവെക്കുന്നില്ല എന്നൊരവസ്ഥയിൽ പ്രവാചകനോടുള്ള സ്നേഹം പൂർത്തിയാവുകയില്ല എന്നുള്ളത് സ്പഷ്ടമായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടേണ്ടതാണ്. പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ, പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, പ്രവാചകൻ മുന്നോട്ട് വച്ചിട്ടുള്ള ജീവിത രീതികൾ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ, പ്രവാചകനോടുള്ള ഇഷ്ടം അത്തരം എല്ലാ രീതിയിലും നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ, ദീനിനെ സംസ്ഥാപിക്കാൻ നമ്മൾ നോക്കുന്നില്ലെങ്കിൽ, ദീനിനെ നമ്മൾ നിലനിർത്താൻ നോക്കുന്നില്ലെങ്കിൽ, നമുക്കറിയാം മുസ്ലിം ഭരണാധികാരികളല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. മുസ്ലിങ്ങളെ പല രീതിയിലും ബുദ്ധിമുട്ടിച്ച്, അവരുടെ വീടുകൾ പൊളിച്ചിട്ട്, അവരുടെ മസ്ജിദുകൾ പൊളിച്ചിട്ട് മുസ്ലിങ്ങളെ വളരെ മോശമായിട്ട് അപകീർത്തിപ്പെടുത്തുന്ന ഭരണാധികാരിയാണ് നമുക്കുള്ളത്. അത്തരം ഭരണാധികാരികൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇസ്ലാം കൃത്യമായിട്ട് നിർവഹിച്ചു പോരാനും, ചിലപ്പോൾ പള്ളിയിൽ ബാങ്ക് വിളിക്കുവാനും പള്ളിയിൽ നമസ്കാരങ്ങൾ നിർവഹിക്കുവാനും അനുവാദം തരാത്ത ഒരു കാലഘട്ടം നമുക്ക് ചിലപ്പോൾ വരാനുണ്ടാകും. അള്ളാഹു നമ്മെ ഇവരെ കാക്കട്ടെ. നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും അത്തരം അനുഭവങ്ങൾ നോർത്ത് ഇന്ത്യക്കാർക്കുണ്ട്.
അപ്പോൾ അത്തരം അനുഭവങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക്, ഇന്ത്യയുടെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ദീനിനെ നിലനിർത്തുവാനും ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുവാനും നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. ഖിലാഫത്ത് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആയി നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അള്ളാഹു നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസയിൽ, ഫലസ്തീനിൽ നമ്മുടെ സഹോദരന്മാര് വേദനകൾ അനുഭവിക്കുന്നുണ്ട്, യാതനകൾ അനുഭവിക്കുന്നുണ്ട്. ആ വേദനകളിൽ പങ്കുചേരാൻ, രക്തം കൊടുത്തില്ലെങ്കിൽ കണ്ണീര് കൊടുത്തെങ്കിലും പങ്കുചേരാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മറിയം എന്നൊരു പെൺകുട്ടിയെ കാണാനിടയായി. എല്ലുകൾ പുറത്ത് ചാടിയിട്ട് വളരെ ദയനീയമായ നിലയിൽ പല കുട്ടികളെയും മരിച്ച നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉയർന്ന പലപ്പോഴും പ്രായം ചെന്ന ആളുകളാണെങ്കിൽ പോലും കൊച്ചുകുട്ടികളെ പോലെ ആയിരിക്കും അവർ ക്ഷീണിച്ച് എല്ലുകൾ കാണാൻ സാധിക്കുക. മുസ്ലിം സമൂഹം ഒറ്റ ശരീരത്തെ പോലെയാണെന്ന് പറയുമ്പോൾ ഒരു അവയവത്തിന് മുറിവ് പറ്റുമ്പോൾ മറ്റവയവങ്ങൾ സുഖിച്ച് കിടന്നുറങ്ങുക എന്ന് പറയുന്നത്, മറ്റവയവങ്ങൾ വിശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മോട് യോജിക്കാത്ത ഒരു പ്രവണതയാണ്, ഒരു നിലപാടാണ്. അവരർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്നത് നിരന്തരമായി നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. ഫലസ്തീൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ദുആകളിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. അവരെ അള്ളാഹു എല്ലാ രീതിയിലും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിനെ അള്ളാഹു എത്രയും പെട്ടെന്ന് രക്ഷ നൽകുമാറാകട്ടെ. അവരിൽ കുറേ പേര് വിശക്കുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുമാറാകട്ടെ. ദാഹിക്കുന്നവർക്ക് അള്ളാഹു വെള്ളം കൊടുത്ത് അള്ളാഹു അവരെയും അവരുടെ എല്ലാവരുടെയും ദാഹം ശമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാവപ്പിഴവുകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, മാറാരോഗങ്ങളും അല്ലാത്ത രോഗങ്ങളുമായിട്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ആരോഗ്യം നൽകി ശിഫ നൽകി അവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب ثراءهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ولا تجعلنا من خطب النار فإنها بئس الدار وبئس المأوى وبئس القرار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. فأقيم الصلاة.